നിങ്ങൾ കാനഡയിലേക്ക് വരാനിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയാണ്. നോർമലി നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രോസസ്സല്ല ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് പറയുന്നത്. G1, G2, G എന്ന് പറയുന്ന 3 സ്റ്റേജസ് ഉണ്ട്. G1 പറയുന്നത് നമ്മുടെ ലേണേഴ്സ് പോലെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ G1 കഴിഞ്ഞാൽ 8 മാസം വെയിറ്റ് ചെയ്യണം G2ലോട്ട്. അത് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ വെയിറ്റ് ചെയ്യണം Gയിലേക്ക്. G പറഞ്ഞ കംപ്ലീറ്റ് റോഡ് ടെസ്റ്റ്. G2 തൊട്ട് റോഡ് ടെസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ വേഗം കിട്ടൂലോ ഇതൊക്കെ, പക്ഷേ ഇവിടെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റ് ഒഴിവാക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതായത് നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇവിടെ കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ ടൈം ലിമിറ്റ് ഒഴിവാക്കിയിട്ട് G1 കഴിഞ്ഞ് നേരെ നമുക്ക് G2 അല്ലെങ്കിൽ G എടുക്കാം. ഓക്കെ, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോർമലി ഇവിടെ ഈ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുന്നത് നാട്ടിലെ ലൈസൻസ് കാർഡ്, അതേപോലെ ഡ്രൈവിംഗ് എക്സ്ട്രാക്റ്റ് കിട്ടും നമുക്ക് RTO ഓഫീസിൽ നിന്ന് കിട്ടും. അതായത് ഓൺലൈനായിട്ട് നമ്മുടെ പരിവാഹൻ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്താൽ നമുക്കൊരു പ്രിൻറ്റ് കിട്ടും. അത് നമ്മൾ RTOയുടെ സൈനൊക്കെ കൊണ്ടുവന്ന. പക്ഷേ കുറച്ച് നാളായിട്ട് കാനഡ കുറച്ച് നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് വരുന്നത്. പണ്ടത്തെ പോലെ ലിബറലോ കാര്യങ്ങളോ അല്ല. സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഭയങ്കര ടൈറ്റാണ്. ഞങ്ങൾക്ക് പ്രശ്നം കിട്ടിയ എന്താ വെച്ചാൽ ഞങ്ങൾ കൊണ്ടുവന്ന ലൈസൻസിന്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. താങ്ക്